ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടായത് ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. ജസ്റ്റ് ഓരോരോ പാർട്ട് മാത്രമാണ് ഇട്ടിട്ടുണ്ടായത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുണ്ടായത് നമ്മളെ ബോട്ടം പാർട്ടിൻ്റെ ഈ ഒരു പ്ലീറ്റ് ഇടുന്നതാണ്. ഇത് നമ്മൾ ബോഡി പാർട്ടിനും ബോട്ടം പാർട്ടിനും സെയിം മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുണ്ടായത്. താഴെ ഭാഗത്താണ് പ്ലെയിൻ നെറ്റ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഏകദേശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടായിന്. ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ഫസ്റ്റ്, അതായത് ഫ്രണ്ട് പോർഷനാണ് ഇത് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് ഈ ഒരു അംബ്രല കട്ടിൽ എന്താ പറയുക 3 ലെയറിലാണ് പ്ലീറ്റ് ഇട്ടിട്ടുണ്ടായത് ഇതേപോലെ. അപ്പം നമ്മൾ കുറച്ച് തിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിക്ക് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വേസ്റ്റ് ഭാഗത്ത് തന്നെ നമ്മൾ ഒരു 3-4 ലെയറിൽ തന്നെ പ്ലീറ്റ് ഇട്ടിട്ട് പോയാൽ ആ വേസ്റ്റ് ഭാഗം തിക്കായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതാണ് ഈ ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പം ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ വർക്ക് മെറ്റീരിയലും പിന്നെ സ്റ്റിച്ച് ചെയ്ത അവർ ലെയറായിട്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ലേ, അത് രണ്ടും തമ്മിൽ ഇതേപോലെ ജോയിൻ ചെയ്തിട്ട് വെക്കാൻ. ഇനി ചെയ്യാനുള്ളത് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യൽ. സാറ്റൻ മെറ്റീരിയൽ അംബ്രല കട്ടിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായത്. അതിൻ്റെ സൈഡ് ഭാഗം നമ്മൾ കരഭാഗം എന്താ പറയുക പുറത്തേക്ക് വെച്ചിട്ട് കട്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടാവില്ലേ, അതായത് കട്ട് ചെയ്ത ഭാഗം അത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഡ് നമുക്ക് ഓവർലോക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. അത് നല്ല ഹൈഡായിട്ട് തന്നെ നിന്ന്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അതിൽ ഫസ്റ്റ് ഫ്രണ്ട് പോർഷൻ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിന് കോട്ടൺ ലൈനിങ്ങും സാറ്റിനും വർക്ക് മെറ്റീരിയലും. അതുപോലെ തന്നെയാണ് ബാക്കിലും കൊടുക്കുന്നുണ്ടായത്. സാറ്റിന് ഫസ്റ്റ് ലെയർ സാറ്റിൻ, പിന്നെ നമ്മൾ വർക്ക് മെറ്റീരിയൽ, അതിൻ്റെ മേലെയാണ് കോട്ടൺ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ എന്താ പറയുക നെക്കാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടായത് ഈ വീഡിയോയിൽ കാണുന്നത്. പിന്നെ കോട്ടൺ മെറ്റീരിയലാണ് നമ്മൾ സൈസിനനുസരിച്ചിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. അതായത് മെഷർമെൻറ്റുകൾ കണക്കാക്കുന്നത് കോട്ടൺ ലൈനിങ്ങിൽ മാത്രമാണ്. പിന്നീടുള്ള ആക്സസും കാര്യങ്ങളിലും നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പം നമുക്ക് പേടിക്കാനില്ലല്ലോ എവിടെല്ലാണ് ക്ലോത്ത് എത്താണ്ടിരിക്കുന്നില്ല ഈ ഒരു കാര്യങ്ങൾ. പിന്നെ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ, അതായത് ഷേപ്പിംഗ് ചെയ്യുമ്പോൾ ഇതേപോലെ എന്താ പറയുക ലൈനിങ്ങും ഫേസ് ടു ഫേസ് വെച്ചിട്ട് ആദ്യം ഒരു 1/2 ഇഞ്ചിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നോർമൽ എങ്ങനെയാണോ നമ്മൾ ഷേപ്പ് ചെയ്യുന്നത് അതുപോലെ ഷേപ്പ് ചെയ്യാൻ. അപ്പം നമ്മൾ സീക്വൻസും കാര്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ കുട്ടികളുടെ മേത്ത് കുത്താനൊന്നും ചാൻസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഈ ഒരു ടൈപ്പല്ലാണ് വേറൊരു ടൈപ്പിലും കൂടി ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മൾ റെഡിമെയ്ഡ് ലുക്കിൽ തന്നെ ചെയ്യുന്നത്. പിന്നെ ബോഡി പാർട്ടിലും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ബോട്ടം പാർട്ടിലേക്ക് ഈ ബോഡി പാർട്ട് ഒന്ന് അറ്റാച്ച് ചെയ്യലാണ് നെക്സ്റ്റ് പരിപാടി. അതിന് വേണ്ടിക്ക് നമ്മൾ ഈ മെഷർമെൻറ്റിലും കറക്റ്റ് തന്നെയാണ് ആദ്യം ചെക്ക് ചെയ്യാനുണ്ട്. അതിന് ശേഷം നമ്മളെ ഈ ഒരു 2 സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവില്ലേ, നമ്മൾ ലൈനിങ് അംബ്രല കട്ട കൊടുത്തിന്ന് പറഞ്ഞില്ലേ, ആ 2 സൈഡും ഷേപ്പ് ചെയ്തുന്ന ബോഡി പാർട്ടിൻ്റെ 2 സൈഡും ഒരേപോലെ പിടിച്ചിട്ട് നമ്മൾ പിൻ ചെയ്തിട്ട് വെക്കാൻ. എന്നിട്ട് ഈ ഒരു മെഷർമെൻറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ചെയ്തിട്ട് പിന്നെ നമുക്ക് തുന്നയിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇത് ജിബ് വെക്കേണ്ട പോർഷനാണ് അവിടെ ഒഴിവാക്കി വെച്ചിട്ടുണ്ടായത്. കോട്ടൺ ലൈനിങ് കൊടുക്കാനുള്ളത് നമ്മൾ ഈ എന്താ പറയുക ഈ ഒരു വീഡിയോയിൽ കാണുന്ന സ്റ്റൈലിലാണ് കോട്ടൺ ലൈനിങ് കൊടുക്കേണ്ടത്. ഈ ഒരു രീതിക്ക് കോട്ടൺ ലൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബോഡിയിൽ ഒന്നും ടച്ച് ആവില്ല. അതായത് സീക്വൻസ് മെറ്റീരിയലാകുമ്പോൾ കുട്ടികൾക്ക് ഇടാനല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെതായ നീറ്റിൽ തന്നെ കൊടുക്കണം. പിന്നെ സിബ് താഴത്തോളം സിബ് കൊടുക്കുന്നുണ്ടായിന്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത്. സ്ലീവ് നമ്മൾ എന്താ പറയുക ഷോൾഡറിൻ്റെ അടുത്ത് ഒരു എലാസ്റ്റിക് വന്നിട്ട് സ്ട്രാപ്പായിട്ട് ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യലില്ലേ, അതുപോലെ ഒരു ബോ സ്റ്റൈലിലാണ് ഇത് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആം ഹോളിൻ്റെ ഒരു ഹാഫ് കട്ട് വരുന്നില്ലേ, ആ ഒരു കട്ട് വെച്ചിട്ട് തന്നെയാണ് എല്ലാ പാർട്ടും കട്ട് ചെയ്തിട്ട് മാറ്റാണ്. അപ്പം ഇതിൻ്റെ മുകളിൽ കാണുന്ന ഒരു ചെറിയൊരു പീസില്ലേ, അതാണ് സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ ലെങ്ത്ത് കുറച്ച് കൂട്ടിയെടുക്കുന്നത് അതൊരു ബോ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടാണ് നെറ്റും സാറ്റൻ ലൈനിങ്ങും എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാൻ. പിന്നെ വന്നിട്ടുണ്ടായത് നമ്മൾ സ്ലീവിൻ്റെ റൗണ്ട് എത്രയാണോ എലാസ്റ്റിക് വേണ്ടത് അതിനനുസരിച്ചിട്ട് എലാസ്റ്റിക് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് സെൻട്രൽ പോർഷനിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായില്ലേ, അവിടെ തന്നെ എലാസ്റ്റിക്കിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്തിട്ട് ഒന്ന് ടക്ക് ചെയ്യാൻ. എന്നിട്ട് രണ്ടും അപ്പുറം ഒന്ന് വലിച്ച് സ്റ്റിച്ച് ചെയ്യാൻ. ഇതെങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല, നമ്മളെ തയ്യൽ തുമ്പ്, അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ എലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഓക്കെ,
എന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് തിരിച്ചിട്ടിടാം. അപ്പോൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്ലീവ് ഒരു ബോൾ പോലെയാണ് കിട്ടാൻ. അപ്പോൾ ആം ഹോളും ഈ ഒരു സ്ലീവിൻ്റെ ഒരു കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം ഉണ്ടായിട്ടില്ല ചേർന്നിട്ട് അത് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഫിനിഷ് ആക്കും. പിന്നെ ഈ ഒരു ഫ്രോക്കിൻ്റെ കുറച്ച് പോർഷൻ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിട്ടുള്ളൂ. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം എന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.